ഇത് മലപ്പുറം സ്ക്വാഡിന്റെ കഥയാണ്. വേങ്ങര സ്വദേശിയിൽ നിന്നും ഒരു കോഴി തട്ടിയ കേസിൽ പ്രതി അറസ്റ്റിലായിരിക്കുന്നു. ബീഹാറിൽ നിന്നാണ് സാഹസികമായി മലപ്പുറം സൈബർ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ദിവസങ്ങളോളം ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് കേരള പോലീസ് നടത്തിയ നീക്കങ്ങൾക്കൊടുവിലാണ് പ്രതിയെ വലയിലാക്കിയത്. ഷെയർ ട്രേഡിംഗ് ചെയ്ത് മികച്ച ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് 1,08,00,000 രൂപ വേങ്ങര സ്വദേശിയിൽ നിന്നും പ്രതികൾ തട്ടിയെടുത്തത്. വേങ്ങര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് മലപ്പുറം സൈബർ ക്രൈം പോലീസാണ് അന്വേഷിച്ചിരുന്നത്. ഇൻസ്പെക്ടർ AC ചിത്തരഞ്ജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസിൽ 3ാമത്തെ പ്രതിയെയും അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ മടിക്കേരിയിൽ വെച്ച് ഡൽഹി സ്വദേശിയായ റോഷൻ എന്നയാളെ കഴിഞ്ഞ മെയ് മാസത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്നും 50,000 സിം കാർഡുകളും 180-ൽ പരം മൊബൈൽ ഫോണുകളും അന്ന് പിടിച്ചെടുത്തതോടെയാണ് ഈ കേസിൽ വഴിത്തിരിവുണ്ടാകുന്നത്. റോഷനിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഹരിയാനയിൽ നിന്നും ഒരാളെ കൂടി പിടികൂടിയിരുന്നു. ഈ കേസിലാണ് സോനു എന്ന വിളിപ്പേരുള്ള ബീഹാർ സ്വദേശിയായ അനീഷ് കുമാറും പിടിയിലായത്. പ്രതിയെ പിന്തുടർന്ന് ബീഹാറിലെത്തിയ മലപ്പുറം സൈബർ സ്ക്വാഡ് ദിവസങ്ങളോളം ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് പ്രതിയെ രഹസ്യമായി നിരീക്ഷിച്ചാണ് നീക്കങ്ങൾ നടത്തിയത്. സ്ക്വാഡ് അംഗങ്ങളുടെ രഹസ്യ നീക്കം മനസ്സിലാക്കിയ പ്രതികളുമായി ബന്ധമുള്ള പ്രദേശവാസികൾ പോലീസിനെ പ്രതിരോധിക്കാനും ശ്രമിച്ചു. ഇതെല്ലാം മറികടന്നാണ് ബീഹാറിലെ രൂപസ്പൂർ എന്ന സ്ഥലത്തു വെച്ച് പോലീസ് അതിസാഹസികമായി സോണുവിനെ അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റി. റിപ്പോർട്ടർ, മലപ്പുറം.